വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഒരു കെട്ട് ചീര ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുകയാണേ. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് തേങ്ങ, ഒരു 3 പച്ചമുളക്, പിന്നെ അതിലേക്ക് ഒരു സ്വല്പം തോരനരയ്ക്കുന്ന ജീരകമില്ലേ അത് ചേർക്കണേ, 1/2 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ അധികം ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. പിന്നെ ഈ ചീരത്തോരൻ എന്ന് പറയുമ്പോൾ ഫുള്ള് ഫൈബറാണ്. അപ്പോൾ അത് ഡെയിലി നമുക്ക് ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഞാനൊരു പാൻ എടുത്ത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരണേ. ഇതിൻ്റെ ആ ഫ്ലേവർ ആ എണ്ണയിൽ ഇറങ്ങണം. അപ്പോഴാണ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന തോരനാണ് കേട്ടോ. ചീര അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ. അതിനകത്ത് ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന കേട്ടോ. വലിയവർക്കൊക്കെ അറിയാം ഇതൊക്കെ. ചിലപ്പോൾ നമ്മൾ ഈ തോരന് ചതയ്ക്കുമ്പോൾ വലിയ മുളകൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചതയാതെ കിടക്കും. ഒന്ന് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം മുളക് മാത്രം ഇട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആ തേങ്ങയുടെ കൂടിട്ടങ്ങ് ചതച്ചെടുത്തോണ്ട് അങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണേ. അതിനായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് ആ ഒരു തേങ്ങയുടെയും മുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറി നന്നായിട്ട് വരും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ 2 മിനിറ്റ് ആയില്ലേ നമ്മളിതൊന്ന് വഴറ്റിയിട്ട് പച്ചമണം കുറച്ച് മാറി. ഇനി നമുക്ക് ആ മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് ഒരു സ്വല്പം വെള്ളം, അരപ്പ് ബാക്കി കാണും അതിനകത്തെ. അപ്പം നമ്മൾ ആ ഒരു സ്വല്പം വെള്ളം, 2-3 ടേബിൾ സ്പൂൺ വെള്ളമേ ഉള്ളേ. ചീര അങ്ങനെ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇലക്കറികൾ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത്. കാരണം വൈറ്റമിൻസും പിന്നെ നല്ല ഫൈബർ കണ്ടന്റും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ചീരയ്ക്ക്. നമ്മൾ എല്ലാ ദിവസവും ഇത് കഴിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് കേട്ടോ. എല്ലാവരും ചീരയൊക്കെ ഉപയോഗിക്കാൻ നോക്കണം. എൻ്റെ മക്കളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഇതുപോലെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ അവർക്കൊക്കെ മടിയല്ലേ. അപ്പം ഞാൻ ചോറിനകത്തിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് കൊടുക്കും. അപ്പോൾ പിന്നെ അങ്ങ് കഴിച്ചോളും കേട്ടോ. എപ്പോഴും നമ്മൾ ഈ നോൺ വെജ് മാത്രം അങ്ങനെ കഴിച്ച് ശീലിപ്പിക്കരുത് പിള്ളേരെ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു അരപ്പ് ഇതിനകത്ത് വരണം. അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാണ്ടല്ലോ ഇത് ശരിക്കും അങ്ങ് ഇങ്ങനെ ഒതുങ്ങി വരുന്നു. അടച്ചു വെച്ച് കഴിയുമ്പം പെട്ടെന്ന് അത് വാടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഈ ഫൈബർ അടങ്ങിയ തോരനൊക്കെ കഴിക്കുന്നത്. ഇതുപോലെ ഇലക്കറികള്, അതുപോലെ പിണ്ടി തോരന്, അല്ലെങ്കിൽ ഈ ചെറിയ കൂമ്പ് തോരനൊക്കെ ഇല്ലേ, വളരെ നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. റൈസൊക്കെ അങ്ങോട്ട് കുറച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡ് കുറച്ച് കൂടുതൽ കഴിക്കണം. അനീമിക്കായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ആ ഒരു ബ്ലഡൊക്കെ ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. ഈ ചീര, ബീട്രൂട്ട്, റാഗി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിച്ചാൽ മതി. കണ്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേന് ആ ചീര അങ്ങ് സോഫ്റ്റ് ആകുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇളക്കാൻ എളുപ്പമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കുക്കിംഗ് അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ. അവർ പെട്ടെന്ന് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും അത് സൈഡിൽ കൂടെ ഒക്കെ അങ്ങ് പുറത്ത് പോവുകയെ. അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിം, ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഈ ചീര ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേനും അത് നന്നായിട്ട് വാടിയിട്ട് പിന്നെ നമുക്ക് തേങ്ങ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. വലിയവർക്കൊക്കെ അറിയാം അതൊക്കെ കേട്ടോ. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടി അതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ ചീര തന്നെ ഇട്ട് വെക്കാതെ ചിലർക്ക് ചീരയുടെ കൂടെ എന്തെങ്കിലും പയറൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, സെപ്പറേറ്റ് ആ പയർ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ട് പയറോ കടലയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതും കൂടെ ചേർക്കാമെങ്കിൽ പ്രോട്ടീനും കൂടെ ആവുമല്ലോ. അങ്ങനെയൊക്കെ നോക്കി ചെയ്യണേ. ഇതിപ്പം ഞാൻ ഇന്ന് ചീര മാത്രം അങ്ങ് തോരമൊക്കെ ഒന്ന് വിചാരിച്ച് കടല ഇടാം, ചെറുപയർ ഇടാം, വൻപയർ ഇടാം. അതെല്ലാം വേവിച്ചിട്ട് തേങ്ങ വഴറ്റത്തില്ലേ, വഴറ്റി കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ അങ്ങിട്ട് ചീരയും കൂടി ഇട്ട് അങ്ങ് വേവിച്ചാൽ മതി. പെട്ടെന്ന് കുക്കാവും. ഇലക്കറികളൊക്കെ ആകുമ്പോഴേ ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ആയിക്കോളും. ഒരു 5 മിനിറ്റ് മതി ഈ തോരൻ ഉണ്ടാക്കാൻ. നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും അത് തുറന്നിട്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ ഈ സമയം. ചിലർക്ക് ഈ തോരനകത്ത് ഒരുപാട് തേങ്ങ വേണം കേട്ടോ. ഞാൻ നോർമലായിട്ട് എല്ലാം ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ തേങ്ങ വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ തുറന്നിട്ടിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കി സമയം നമുക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ട് ആ ഒരു വെള്ളം അങ്ങ് വറ്റിച്ച്, അധികം വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ, എന്നാലും ഈ ഇലയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി.
ഇളക്കിയെടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ തമിഴ്നാട് കോയമ്പത്തൂർ വഴിയല്ലേ പോകുന്നത്. അപ്പൊ ഇങ്ങനെ സേലം എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ നിർത്തുവാണെങ്കിലുണ്ടല്ലോ, അവിടെ ഒരു ചീരക്കറി അവർ തരും. അതിങ്ങനെ നമ്മുടെ തോരൻ പോലെ അല്ലേ, അത് കുഴഞ്ഞിരിക്കും, ഒരു ടൈപ്പ് ഒരു കറി. ചീരയും എന്തോ കടലയോ എന്തോ ഒരു സാധനം കൂടെ അതിനകത്ത് ഇടും. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ചീരക്കറി ഉണ്ട് കേട്ടോ. അത് ആ തമിഴ്നാട് സൈഡിലാണ് അത്. അതിന് പക്ഷേ വേറൊരു ടേസ്റ്റ്. ഇത് ഈ പച്ച ചീരയാണേലും ചുവന്ന ചീരയാണേലും എല്ലാം നല്ലതാണ് കേട്ടോ. ഹെൽത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല ഫൈബർ. ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചീരത്തോരൻ റെഡിയാകും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പം ഓഫീസിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തലേന്ന് ഈ ചീര ഒന്ന് അരിഞ്ഞ് വെച്ചാൽ മതി. അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് തോരനുണ്ടാക്കാം. അവർക്ക് കൊടുത്ത് വിടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കേട്ടോ. ഇപ്പം കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയത്. ഇതിങ്ങനെ വിട്ട് വരണം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഞാനൊരു ബൗളിലോട്ട് എടുത്ത് കാണിക്കാവേ. പിന്നെ തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഗ്യാസ് ഓഫ് ചെയ്താലും ഉണ്ടല്ലോ, പെട്ടെന്ന് നിങ്ങൾ ഇത് അടച്ചു വെക്കരുത്. ഇതിൻ്റെ ആവിയൊക്കെ ശരിക്കും പോകണം. പോയതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ നീരാവിയുടെ ആ വെള്ളം വീണ്ടും ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് തോരൻ കുറച്ചുകൂടി ഇങ്ങനെ ഒരു എന്താ പറയുക, വെള്ളമൊക്കെ ആയിട്ടിരിക്കത്തില്ലേ, അതുപോലെ ആയിപ്പോവും. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇങ്ങനെ തുറന്നു വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു നീരാവി എല്ലാം മാറിക്കഴിയുമ്പം വേണം തോരൻ അടച്ചു വെക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാനൊരു ബൗളിലാക്കി കാണിക്കും. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഫൈബർ കണ്ടന്റ് ഒക്കെ നന്നായിട്ട് അടങ്ങിയുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനും അല്ലെങ്കിൽ ഈ ബ്ലഡൊക്കെ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഡെയിലി ഇത് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കണം. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും രാത്രിയിൽ ഇപ്പം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇത് കുറച്ച് തോരനും കൂടെ ഒക്കെ കഴിക്കണം കേട്ടോ. അപ്പം നല്ലതല്ലേ ഹെൽത്തിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്